നമസ്കാരം. ഗൾഫിൽ ജോലി ചെയ്യുന്ന 26 വയസ്സുള്ള ചെറുപ്പക്കാരൻ കഴിഞ്ഞ വർഷം നാട്ടിൽ വന്നപ്പോൾ വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി പെണ്ണ് കാണാൻ പോയി. നിരവധി പെൺകുട്ടികളെ കണ്ടു. അതിലൊരു പെൺകുട്ടിയെ ഇദ്ദേഹത്തിന് നന്നായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്തു. പെണ്ണ് കാണലൊക്കെ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം തിരിച്ച് ഗൾഫിലേക്ക് മടങ്ങി. കല്യാണമൊക്കെ നിശ്ചയിച്ചു. ഒരു വർഷത്തിന് ശേഷം അടുത്ത അവധിക്ക് വരുമ്പോൾ കല്യാണം നടത്താമെന്ന് വീട്ടുകാർ തീരുമാനിക്കുകയും ചെയ്തു. ഗൾഫിൽ മടങ്ങിയെത്തിയ ശേഷം ഈ പെൺകുട്ടിയുമായിട്ട് നിരന്തരം ഫോണിലൂടെയും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയൊക്കെ ഈ ചെറുപ്പക്കാരൻ ചാറ്റ് ചെയ്തുകൊണ്ടിരുന്നു. ആദ്യ ദിവസങ്ങളിലൊക്കെ വളരെ സ്നേഹപൂർവ്വമായിട്ടുള്ളൊരു ഇടപെടലാണ് ആ പെൺകുട്ടിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. ഇദ്ദേഹത്തിനും സന്തോഷമായിരുന്നു. തൻ്റെ ഭാവി വിവാഹ ജീവിതത്തെക്കുറിച്ച് വളരെ നിറമുള്ള സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് ആ ചെറുപ്പക്കാരൻ തൻ്റെ ജോലിയിൽ തുടർന്നു. എന്നാൽ നാട്ടിലേക്ക് മടങ്ങിയെത്തി, വിവാഹത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി നാട്ടിൽ മടങ്ങിയെത്തുന്നതിന് ഏതാണ്ട് ഒരു 3 മാസം മുൻപാണ് ഒരു സംഭവം ഉണ്ടായത്. അയാളുടെ സഹപ്രവർത്തകനായ മലയാളിയായ മറ്റൊരാൾ, ജോലി സ്ഥലത്ത് ഉള്ളൊരു വ്യക്തി, അയാളുടെ പ്രണയ ജീവിതത്തിലൊരു പ്രശ്നമുണ്ടായി. വർഷങ്ങളോളം പ്രണയിച്ചിരുന്ന കാമുകി അയാളെ വഞ്ചിച്ച് മറ്റൊരു ചെറുപ്പക്കാരനോടൊപ്പം ഒളിച്ചോടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതേ തുടർന്ന് തൻ്റെ അതേ മുറിയിൽ തന്നെ താമസിക്കുന്ന ഈ സുഹൃത്തിൻ്റെ വേദന നിറഞ്ഞ കഥകളൊക്കെ കേട്ട് വല്ലാത്തൊരു പരിഭ്രാന്തി നമ്മുടെ ചെറുപ്പക്കാരനും തോന്നിത്തുടങ്ങി. അത് കഴിഞ്ഞപ്പോൾ തൊട്ട് തൻ്റെ കാമുകിയുമായിട്ടുള്ള ബന്ധത്തിലും കുറച്ച് മാറ്റങ്ങൾ വന്നതായിട്ട് ആ ചെറുപ്പക്കാരന് തോന്നിത്തുടങ്ങി. എപ്പോഴെങ്കിലുമൊക്കെ കാമുകിയെ വിളിക്കുമ്പോൾ അവളുടെ ഫോൺ എൻഗേജ്ഡ് ആയി കഴിഞ്ഞാൽ ഇദ്ദേഹം വളരെ പരിഭ്രാന്തനായി മാറും. ഇനി അവൾ മറ്റാരോടെങ്കിലും സംസാരിക്കുകയാണോ? അവൾ ഒരു കോളേജിൽ ബിരുദാനന്തര ബിരുദത്തിന് പഠിക്കുകയാണ്. തൻ്റെ സഹപാഠികളായിട്ടുള്ള ഏതെങ്കിലും ചെറുപ്പക്കാരുമായി സംസാരിച്ച് അവരുമായി പ്രണയത്തിൽ ഏർപ്പെടാനുള്ള സാധ്യതയുണ്ടോ? ഇത്തരത്തിലുള്ള ചിന്തകൾ ഇയാളെ വല്ലാതെ അലട്ടാനായിട്ട് തുടങ്ങി. രാത്രിയിൽ എഴുന്നേറ്റ് തൻ്റെ കാമുകി ഓൺലൈൻ ഉണ്ടോ എന്ന് പരിശോധിക്കുന്ന ഒരു ശീലവും ഇദ്ദേഹം തുടങ്ങി. എപ്പോഴെങ്കിലും കാമുകി ഓൺലൈൻ ആണെങ്കിൽ, ഞാൻ ഈ സമയത്ത് അവളോട് ചാറ്റ് ചെയ്യുന്ന സമയമല്ലല്ലോ, അവൾ പിന്നെ എന്തിനാണ് ഈ ഓൺലൈനായിട്ട് ഇരിക്കുന്നത്, അവൾക്കിനി മറ്റെന്തെങ്കിലും ബന്ധങ്ങളുണ്ടോ? ഇത്തരത്തിലുള്ള ചിന്തകളൊക്കെ ഇയാളെ അലട്ടാൻ തുടങ്ങി. പതിയെ ഇദ്ദേഹത്തിൻ്റെ ഉറക്കം കുറയാൻ തുടങ്ങി. ജോലിയിലുള്ള ശ്രദ്ധ വല്ലാതെ പ്രയാസമായി തുടങ്ങി. 1 മാസത്തെ അവധിക്കാണ് അദ്ദേഹം നാട്ടിൽ വരാൻ ഉദ്ദേശിച്ചത്. നാട്ടിൽ വന്ന് ഒരാഴ്ചയ്ക്കുള്ളിൽ കല്യാണം നടക്കുന്നു. അത് കഴിഞ്ഞ് ഒരു 3 ആഴ്ചയോളം കഴിഞ്ഞ ശേഷം അദ്ദേഹം വീണ്ടും ഗൾഫിലേക്ക് തിരിച്ചു പോകുന്നു എന്നുള്ള രീതിയിലാണ് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തു വെച്ചിരുന്നത്. പക്ഷേ നാട്ടിലേക്ക് മടങ്ങി എത്തിയ സമയമായപ്പോഴേക്കും ഇയാളുടെ മാനസിക നില ആകെ തകർന്നിരുന്നു. കാരണം വല്ലാത്തൊരു വ്യാകുലത ഇയാളെ വേട്ടയാടാൻ തുടങ്ങി. തൻ്റെ കാമുകിയും തൻ്റെ സുഹൃത്തിൻ്റെ കാമുകിയെ പോലെ തന്നെ ഉപേക്ഷിച്ച് പോകുമോ, മറ്റ് ബന്ധങ്ങളിൽ ചെന്ന് പെട്ടുപോകുമോ? നിരന്തരമായിട്ട് ഈ പെൺകുട്ടിയെ വിളിക്കാൻ തുടങ്ങി ഇദ്ദേഹം. നാട്ടിലെത്തിയ ശേഷം ആദ്യ ദിവസം തൊട്ട് രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും ഒക്കെ വിളിക്കാൻ തുടങ്ങി. ആ പെൺകുട്ടി കോളേജിലിരിക്കുന്ന സമയത്ത് അവളെ വിളിച്ച് ശല്യപ്പെടുത്തുന്നു. എനിക്ക് ഇപ്പോൾ നിന്നോട് സംസാരിക്കണം, നീ എവിടെയാണ് എന്നൊക്കെ ചോദിക്കുന്നു. വൈകുന്നേരം എന്തെങ്കിലും കാരണവശാൽ അവൾ ഓൺലൈൻ ആണെങ്കിൽ ഇയാൾക്ക് വെപ്രാളം വരും. നേരെ ആ പെൺകുട്ടിയെ വിളിച്ചിട്ട് നീ ആരോടാണ് ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുന്നു. ഇങ്ങനത്തെ ഒരു അവസ്ഥയായി. അവസാനം ആ പെൺകുട്ടിക്കും ഇതൊരു ശല്യമായി മാറി. കാരണം എന്നെ നിങ്ങൾക്ക് വിശ്വാസമില്ലേ? ഞാൻ ഓൺലൈനായിട്ട് ഇരിക്കുന്നത് എന്തെങ്കിലും വിദ്യാഭ്യാസപരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ മെറ്റീരിയൽ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയായിരിക്കും. അല്ലാതെ ഞാൻ ഓൺലൈനായിരിക്കുന്ന സദാസമയം ആരോടെങ്കിലും ചാറ്റ് ചെയ്യാണ് എന്ന് നിങ്ങൾ എന്തുകൊണ്ട് കരുതുന്നു? എനിക്ക് പഠനവുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്ക് എൻ്റെ സഹപാഠികളെ ചിലപ്പോൾ വിളിക്കേണ്ടി വരും. ആ സമയത്തായിരിക്കും നിങ്ങൾ ഫോൺ ചെയ്യുന്നത്. പക്ഷേ ഇതിനൊക്കെ നിങ്ങൾ സംശയിക്കാൻ തുടങ്ങിയാൽ എന്തായിരിക്കും അവസ്ഥ, നമ്മുടെ ഭാവി എങ്ങനെയാകും എന്ന് പറഞ്ഞ പെൺകുട്ടിയും ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറാനുള്ള ഒരു താല്പര്യം പ്രകടിപ്പിച്ചു തുടങ്ങി. ഈ ഒരു ഘട്ടത്തിലാണ് ഇദ്ദേഹം എൻ്റെ അടുത്തേക്ക് വരുന്നത്. ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുന്നു, എൻ്റെ കാമുകി അല്ലെങ്കിൽ ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി വളരെ നല്ല സ്വഭാവമുള്ള കുട്ടിയാണെന്ന് എനിക്കറിയാം. അവൾ മറ്റാരുമായും ബന്ധം സ്ഥാപിക്കില്ലെന്നും എനിക്കറിയാം. പക്ഷേ എന്നാലും എൻ്റെ മനസ്സിനെ എനിക്ക് പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് ഈ ചിന്തകൾ കയറി വരികയാണ്. പ്രത്യേകിച്ച് എൻ്റെ റൂംമേറ്റായിരുന്ന സുഹൃത്തിൻ്റെ കാമുകി മറ്റൊരാളോടൊപ്പം ഒളിച്ചോടി എന്നുള്ള കഥ കേട്ടതിന് ശേഷമാണ് എനിക്ക് വെപ്രാളം തുടങ്ങിയത്. രാത്രിയിൽ ഉറങ്ങിക്കിടക്കുമ്പോൾ പെട്ടെന്ന് പേടി സ്വപ്നങ്ങൾ വരും. തൻ്റെ കാമുകിയും ഇതേപോലെ മറ്റാരോടെങ്കിലും ഒപ്പം ഒളിച്ചോടി. കല്യാണത്തിൻ്റെ അന്ന് രാവിലെ ഞാൻ മണ്ഡപത്തിൽ വരുമ്പോൾ ഈ കാമുകി ഒളിച്ചോടിയ കഥയാണ് അറിയുന്നത്. ബന്ധുക്കളുടെ എല്ലാം മുൻപിൽ താൻ നാണം കെട്ട് നിൽക്കുന്ന ദൃശ്യങ്ങൾ മനസ്സിലേക്ക് കടന്നു വരികയാണ്. ഇതൊക്കെ കാരണം ഉറങ്ങാൻ പറ്റുന്നില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, വല്ലാത്ത വെപ്രാളമാണ് എന്നാണ് പറയുന്നത്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങളുടെ കാമുകി എന്തെങ്കിലും കാരണവശാൽ മറ്റൊരാടെങ്കിലും കൂടെ ഒളിച്ചോടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ?
അയാൾ പറയുന്നു, ഒരിക്കലും അങ്ങനെ ചെയ്യില്ലെന്നറിയാം സാർ, പക്ഷേ എന്നാലും എൻ്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. ഈ ചിന്തകൾ വരികയാണ്. ഈ ചിന്തകൾ വന്നാൽ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, ആരോട് ഇടപെടാൻ പറ്റുന്നില്ല, ഞാൻ അവളോട് മോശമായിട്ട് പെരുമാറുകയാണ്, അവളെ ഞാൻ പ്രയാസപ്പെടുത്തുകയാണെന്ന് എനിക്കറിയാം, എന്നാലും എനിക്കിത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഈ അവസ്ഥയാണ് റിലേഷൻഷിപ്പ് OCD അല്ലെങ്കിൽ ROCD എന്ന് പറയുന്നത്. അപ്പോൾ OCD എന്ന് പറയുന്നത് മനസ്സിലേക്ക് ഇടയ്ക്കിടയ്ക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്ന ചില ചിന്തകൾ കയറി വരുന്നു. ആ ചിന്തകൾ ശരിയല്ല എന്നത് അനുഭവിക്കുന്ന ആളിന് തന്നെ അറിയാം, എന്നാലും ആ ചിന്തകളെ മാറ്റാൻ പറ്റുന്നില്ല. ഇവിടെ വ്യക്തിബന്ധങ്ങളുമായി ബന്ധപ്പെട്ട, തൻ്റെ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട ബന്ധത്തിൽ ഇത്തരത്തിലുള്ള ചില അസ്വസ്ഥത ഉണ്ടാക്കുന്ന ചിന്തകൾ കടന്നു വരികയാണ്. ഇത് സംശയരോഗത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. സംശയരോഗമുള്ളൊരു വ്യക്തിക്ക് ഉറപ്പാണ് താൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിക്ക് മറ്റ് ബന്ധങ്ങളുണ്ട് എന്ന്. ഇവിടെ ഇയാൾ തന്നെ പറയുന്നുണ്ട്, ആ പെൺകുട്ടിക്ക് മറ്റ് ബന്ധങ്ങളൊന്നുമില്ല, ഞാൻ അവളെ പ്രയാസപ്പെടുത്തുകയാണ്, എനിക്കറിയാം, പക്ഷേ എന്നാലും എൻ്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. തലച്ചോറിലെ സെറട്ടോണിൻ എന്ന രാസവസ്തു കുറയുമ്പോഴുണ്ടാകുന്നൊരു അവസ്ഥയാണ് ഇത്. തീർച്ചയായിട്ടും സെറട്ടോണിൻ ക്രമീകരിക്കാൻ സഹായിക്കുന്ന മരുന്നുകളും ചിന്താവൈകല്യങ്ങൾ പരിഹരിക്കാനുള്ള ബൗദ്ധിക പെരുമാറ്റ ചികിത്സ, കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി, ഇത് രണ്ടും ഉപയോഗിച്ചാൽ ഇത് പൂർണ്ണമായിട്ടും മാറ്റാനും സാധിക്കും. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം കുറച്ച് സമയമേ ഉള്ളൂ കല്യാണത്തിന്, ആ ഒരു അവസ്ഥയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ലീവ് അദ്ദേഹം നീട്ടിവയ്ക്കാൻ തയ്യാറായി. വിവാഹം നടന്നു, അദ്ദേഹം ചികിത്സ അതിനോടൊപ്പം ആരംഭിച്ചു. ഏതാണ്ട് ഒരു 3 മാസത്തെ ചികിത്സയോടെ ഇദ്ദേഹത്തിൻ്റെ ഈ ചിന്തകളൊക്കെ നിയന്ത്രണ വിധേയമായി. അദ്ദേഹം നാട്ടിൽ നിന്ന് ഗൾഫിലേക്ക് സന്തോഷത്തോടെ മടങ്ങുകയും ചെയ്തു. നമസ്കാരം.